മക്കൾസ്, സോ എല്ലാവരും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? എന്താണ് നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ചില ആൾക്കാർക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയതായിരിക്കാം, അല്ലെങ്കിൽ കസിൻസിന്റെ കൂടെ കൂടിയതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിയതായിരിക്കാം. എന്താണ് നിങ്ങളുടെ വെക്കേഷനിൽ നിങ്ങൾ ചെയ്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് എന്തായാലും താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ വെക്കേഷനൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മെയ് പകുതി ആയിരിക്കുകയാണ്. നമ്മുടെ ബാക്ക് ടു സ്കൂളിലേക്ക് പോകാനുള്ള ടൈം അടുത്തോണ്ടിരിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ബാക്ക് ടു സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇതുവരെ UP ക്ലാസ്സിലായിരുന്നു. ഇനി എന്താണ്, നമ്മൾ ഹൈസ്കൂളിലേക്കാണ് എത്താൻ പോകുന്നത്. 8ാം ക്ലാസ്സിലെ മക്കളായിട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. അപ്പൊ എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും 8ാം ക്ലാസ് എനിക്ക് അടിപൊളിയായിട്ട് ആക്കണം എന്ന്. എനിക്കൊക്കെ ഉണ്ടാവലുണ്ട്. ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് തുടങ്ങുമ്പം, അല്ലെങ്കിൽ ന്യൂ ഇയറിന്റെ ടൈമിന് പുതിയ സ്കൂളിലേക്ക് പോകുമ്പം, പുതിയ ക്ലാസ് തുടങ്ങുമ്പം, പുതിയ ബുക്ക് വാങ്ങുമ്പം, അപ്പൊ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും ഇത് അടിപൊളിയാക്കണം, ഇത് ഉഷാറാക്കണം. നമ്മളുടെ ക്ലാസ് 7 പോലെ ഒന്നുമല്ല, ക്ലാസ് 8 ഫുൾ മാർക്ക് വാങ്ങണം, എനിക്ക് എന്തായാലും ഫുൾ മാർക്ക് വാങ്ങിയേ പറ്റൂ. അങ്ങനെ ഒരുപാട് ഉള്ളിൽ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ എൻ്റെ മക്കളുടെ ഉള്ളിൽ. അതുപോലെ ഹൈസ്കൂളിൽ എത്തി ഇനി കുറെ പഠിക്കാനുണ്ടാവോ, പഴയ പോലെ അല്ലേ? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ക്ലാസ് 8ന്റെ ടെക്സ്റ്റ് ബുക്ക് അങ്ങ് മാറിയിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് നമുക്ക് റെഫർ ചെയ്യാനൊന്നും വീഡിയോസ് ഉണ്ടാവില്ല, കുറെ PYQs എടുത്തു നോക്കാനുണ്ടാവില്ല, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. പുതിയൊരു തുടക്കമാണ്. നിങ്ങൾക്കും പുതിയ തുടക്കമാണ്, ടീച്ചേഴ്സിനും പുതിയ തുടക്കമാണ്, എല്ലാവർക്കും പുതിയൊരു ന്യൂ സ്റ്റാർട്ടാണ്. സോ നമ്മുടെ ക്ലാസ് 8 ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ആ ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് നിങ്ങൾക്ക് പുതിയതായിട്ട് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് എന്നുള്ളത് മിസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് പാർട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ തന്നെ 7 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്തായാലും കൂടിയിട്ടുണ്ട്. നമുക്ക് കഴിഞ്ഞ 8ാം ക്ലാസ്സിൽ 10 ചാപ്റ്റേഴ്സ് ആയിരുന്നു ആകെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഒന്നാമത്തെ പാർട്ട് തന്നെ 7 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറയുമ്പം അടുത്തതിലും എന്തായാലും 7ഓ 8ഓ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു 15-14 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ടാവും കേട്ടോ. സോ നമ്മളുടെ ചാപ്റ്റേഴ്സ് വരുന്നത് സ്ക്വയേഴ്സ് ഉണ്ട്, ഈക്വൽ ട്രയാങ്കിൾസ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, പോളിഗൺസ് ഉണ്ട്, ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ട്, ന്യൂ നമ്പേഴ്സ് ആണ് കേട്ടോ. ഇത് ന്യൂ നമ്പേഴ്സ്, ന്യൂ നമ്പേഴ്സ് ഉണ്ട്, ബൈസെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ആദ്യത്തെ പാർട്ടിൽ വരുന്ന ചാപ്റ്റേഴ്സ് കേട്ടോ. അതായത് വർഗങ്ങൾ, തുല്യ ത്രികോണങ്ങൾ, വർഗ സമവാക്യങ്ങൾ, ബഹുഭുജങ്ങൾ, സമവാക്യ പരിഹാരം, പുതിയ സംഖ്യകൾ, സമഭാജികൾ. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങളായിരിക്കും. 7ാം ക്ലാസ്സിൽ നിന്നും വളരെ വ്യത്യസ്തമായിക്കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രാവശ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത്. നമ്മളുടെ 9ാം ക്ലാസ്സിലേക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ, 9ലും 10ലും പഠിക്കാൻ വേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സോ ഇത് കഴിഞ്ഞ ഇയറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്തായാലും കുറച്ചൊരു ടഫായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് 10ാം ക്ലാസ് കുറച്ചുകൂടി സിമ്പിളായിട്ട് ഫുൾ A+ വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇതൊക്കെ അടിപൊളിയായിട്ട് പഠിച്ചേ പറ്റുള്ളൂ. സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മളുടെ എന്തിൽ വരുന്നത്, ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. അതിൽ ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക, നമ്മളുടെ ഓണം എക്സാമിന് പഠിക്കാനുണ്ടാവുക. ഓക്കെ, ഈ 4 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഒന്ന് ഓർത്ത് വെച്ചാ കേട്ടോ. അപ്പൊ ഈ 4 ചാപ്റ്റേഴ്സ് ആണ് ഓൺ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. അപ്പൊ നിങ്ങൾക്കുള്ള ഒരു കാര്യമായിരിക്കും, ഇവന്മാര് എന്ന് പറയുന്നത് ഒരു പ്രശ്നക്കാരനാണോ എന്നുള്ളത്. പ്രശ്നക്കാരനാണോ എന്ന് ചോദിച്ചാൽ ഒന്നാമത്തത് നിങ്ങൾക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് ചെറിയൊരു പ്രശ്നമാണ് അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എന്താണോ പഠിക്കുന്നത് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. അപ്പൊ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് 9ഉം 10ഉം ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമുക്ക് ഒന്നും റെഫർ ചെയ്യാനില്ലടാ. നമുക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും റെഫർ ചെയ്യാനോ PYQs നോക്കാനോ ഒന്നുമില്ല. ഇതെല്ലാം പുതിയതാണ്, എല്ലാം പുതിയൊരു സ്റ്റാർട്ടാണ്. സോ നമ്മൾ കുറച്ചൊരു പ്രശ്നക്കാരൻ തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്ക്. അതുപോലെ നമ്മൾ ഈ പ്രാവശ്യം എത്ര മാർക്കിലാണ് എക്സാം എഴുതാൻ പോകുന്നത്? 40 മാർക്കിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. നിങ്ങൾ 7ാം ക്ലാസ് വരെ ആക്ടിവിറ്റി ആയിരുന്നു അല്ലേ? നമുക്ക് ഒരു ചാപ്റ്ററിന് ഒരു ആക്ടിവിറ്റി, രണ്ടാമത്തെ ചാപ്റ്ററിന് വേറൊരു ആക്ടിവിറ്റി, അങ്ങനെ ആക്ടിവിറ്റി പോലെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളുടെ എങ്ങനെയാണോ നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ എക്സാം എഴുതുന്നത് അതുപോലെയാണ് എൻ്റെ മക്കൾ ഈ ഒരു 8ാം ക്ലാസ് എഴുതാൻ പോകുന്നത്. എല്ലാം കൊണ്ട് വെച്ച് നോക്കുമ്പം ഇത് 8ാം ക്ലാസ് കുറച്ചൊരു പ്രശ്നക്കാരനാണ്. പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു പ്രശ്നക്കാരൻ തന്നെയാണ്. ഞാൻ വെറുതെ നിങ്ങളോട് ഒരു പ്രശ്നമില്ല, ഈസിയാണ്, ഒന്നുമില്ല നോക്കാനെന്ന് പറഞ്ഞ് നിങ്ങളെ വെറുതെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് കുറച്ചൊരു പ്രശ്നക്കാരനായിട്ട് തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് എന്തായാലും ആവശ്യമാണ്. നിങ്ങൾക്കൊരു പുറത്തുനിന്നുള്ള സപ്പോർട്ട് എന്തായാലും ഉണ്ടായാലും മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതാണ് നമ്മളുടെ സൂപ്പർ ബാച്ച്. നിങ്ങളുടെ ക്ലാസ്
8 എജ്യൂപോർട്ട് ഒരുക്കുന്ന സൂപ്പർ ബാച്ച്. നിങ്ങളെല്ലാം ഈ എക്സാമിൻ്റെ അവസാന നിമിഷം എത്തുമ്പം നിങ്ങൾ വിശ്വസിച്ച് കൂടെ കൂട്ടുന്ന നിങ്ങളുടെ കുറച്ച് ഫാക്കൽറ്റീസ് ഇല്ലേ, നിങ്ങളുടെ എജ്യൂപോർട്ടിൻ്റെ ഫാക്കൽറ്റീസ് ഇല്ലേ, അവരൊരുക്കുന്ന സൂപ്പർ ബാച്ച് ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്. നമ്മളുടെ 3999 നിങ്ങൾക്ക് ആ ഒരു ബാച്ച് കിട്ടാൻ പോകുന്നത്. കുറഞ്ഞ ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ ഒരു ഓഫർ. സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഓടിപ്പോയിട്ട് ജോയിൻ ചെയ്യുക. കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ, ഞങ്ങൾ ലൈവ് ക്ലാസ് കണ്ടാൽ പോരെ എന്നുള്ളത് ഒന്നുണ്ടാവും. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയൊരു ടെക്സ്റ്റ് ബുക്ക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലൈവിലൂടെ പറഞ്ഞു തരാന്നുള്ളത് നമുക്ക് കഴിയില്ല. അതുപോലെ നമ്മൾ എല്ലാം പോയിന്റ് വൈസ് ആയിട്ട് ഓരോന്നും പഠിച്ചേ പറ്റുള്ളൂ. അവസാന നിമിഷം പോയിട്ടുള്ള ലൈവ് ക്ലാസ് കണ്ടിട്ട് പിറ്റേന്ന് പഠിക്കുന്ന പരിപാടി ഒന്നും ഇനി നടക്കൂല. നല്ലോണം പഠിച്ചാൽ മാത്രമേ എൻ്റെ മക്കൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. നിങ്ങളടാ ഇതൊരു പുതിയ തുടക്കം, പുതിയൊരു പ്രതിജ്ഞ ആയിട്ട് എടുത്തോ. ഞാൻ പഠിക്കുന്നുള്ള ഉള്ളിലൊരു പ്രതിജ്ഞ എടുക്ക്. ഒരു നിങ്ങൾക്ക് കുറേ പഠിക്കാനൊന്നുമില്ലല്ലോ, കുറഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം തുടങ്ങിയാലടാ കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസം പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ക്ലാസ് 8 സൂപ്പർ ആക്കാൻ പറ്റും. സോ ഈ ഒരു കാര്യം പറയാനാണ് മിസ് വന്നിട്ടുള്ളത്. 3999 ബാച്ച് 2999 നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവും. റെക്കോർഡഡ് ക്ലാസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് തരുമൊന്നും അല്ല കേട്ടോ. നമ്മൾ ഷെഡ്യൂൾഡ് ആയിട്ട് നിങ്ങൾ അവസാന എക്സാം ആവുന്ന സമയത്ത് ടൈം ടേബിൾ ഒക്കെ വെച്ച് പഠിക്കല്ലേ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആദ്യം ഈ കൊല്ലത്തൊരു ടൈം ടേബിൾ അങ്ങ് തരും. അത് വെച്ച് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു 10 മണിക്കൂർ ഇരുന്ന് പഠിക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മണിക്കൂർ എല്ലാ ദിവസവും മാറ്റി വെച്ച് നോക്ക്. നിങ്ങൾ എന്തിനാ വെറുതെ ഈ എക്സാമിൻ്റെ സമയത്ത് പോയിട്ട് 10-20 മണിക്കൂർ ഉറക്കമില്ലാതെ പഠിക്കും? അതിനേക്കാൾ എത്ര സിമ്പിളാണ്, 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു 4 മണിക്കൂറും വേണ്ട, ഒരു 3 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മാറ്റി വെച്ച് നോക്ക്. ബാക്കി 21 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ട പോലെ ചെയ്തുകൂടെ? ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ പറ്റുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പഠിക്കാൻ വേണ്ടി എൻ്റെ മക്കൾ മാറ്റി വെക്കുകയാണെങ്കിൽ ഈ ക്ലാസ് 8 എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഇയർ ആയിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് 8 പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഫറാണ്. നമുക്ക് 9ാം ക്ലാസ്സിലേക്കും 10ാം ക്ലാസ്സിലേക്കുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ 8ാം ക്ലാസ് പഠിച്ചേ പറ്റൂ. അപ്പോൾ 8ാം ക്ലാസ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കണം. നമുക്ക് എജ്യൂപോർട്ടിൻ്റെ ബാച്ച് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഉത്തമ പരിഹാരമാണ്. നിങ്ങൾക്ക് റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും, ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സിൻ്റെ ക്ലിയർ ചെയ്യാൻ നമ്മളോടൊക്കെ ചോദിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് അവസാന എക്സാമുകൾ വരല്ലേ, ഓൺ എക്സാം, ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാം, ഈ എക്സാംസിന് മുന്നൊക്കെ നമ്മൾ ഓരോ മോഡൽ എക്സാംസ് നടത്തും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് 40 മാർക്കിൻ്റെ എക്സാം ആണല്ലേ നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ ഒരു ടൈപ്പ് ഓഫ് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഓരോ എക്സാമിൻ്റെ മുന്നേ ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് എഴുതിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഇതെങ്ങനെയാണ് ഞാൻ എഴുതുക, ഇതെങ്ങനെയായിരിക്കും ചെയ്യുക, ആ ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരുന്നില്ല. സോ ഓൾ പാക്ഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. സോ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ് 8 സൂപ്പർ ആക്കണം, അടിപൊളിയാക്കണം. അതിൻ്റെ കൂടെ തന്നെ മക്കൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ ബൈ.